അതായത് അമ്പലപ്പുഴ പാൽപ്പായസം തയ്യാറാക്കാനായി പുതിയ ഭീമൻ വാർപ്പ് ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. വെള്ളോട് കൊണ്ട് നിർമ്മിച്ച കൂറ്റൻ വാർപ്പിന്റെ ശേഷി 1500 ലിറ്ററാണ്. കാണാം. $29 ലക്ഷത്തോളം ചെലവാക്കി നിർമ്മിച്ച കൂറ്റൻ വാർപ്പിന് 1810 കിലോഗ്രാമാണ് ഭാരം. ഓട്ടുപാത്ര നിർമ്മാണത്തിന് പേരുകേട്ട മാന്നാറിൽ നിന്ന് ലോറിയിൽ കൊണ്ടുവന്ന വാർപ്പ് ക്രെയിൻ ഉപയോഗിച്ചാണ് തിടപ്പള്ളിയിലേക്ക് മാറ്റിയത്. ഏറ്റവും നല്ല ഓടിൽ ഏറ്റവും നല്ല രീതിയിൽ ഗുരുവായൂരപ്പന് കൊടുത്തത് അതേ ക്വാളിറ്റിയിൽ അനന്തശയനം, ഗജലക്ഷ്മി, ശങ്കർ, ചക്രം അങ്ങനെയുള്ള ചിത്രപ്പണികളോട് ചെയ്ത് വളരെ മനോഹരമായിട്ട് കൃത്യസമയത്തിനുള്ളിൽ ചെയ്തു കൊടുക്കാൻ പറ്റും. നിലവിൽ 800 ലിറ്റർ ശേഷിയുള്ള വാർപ്പിലാണ് പാൽപ്പായസം തയ്യാറാക്കുന്നത്. പരമാവധി 300 ലിറ്റർ വരെ ഭക്തർക്ക് വിതരണം ചെയ്യുന്നുണ്ട്. ശുദ്ധിക്രിയകളും മറ്റും പൂർത്തിയാക്കി പുതിയ വാർപ്പിൽ പാൽപ്പായസം തയ്യാറാക്കി തുടങ്ങുമ്പോൾ 350 ലിറ്റർ വരെ ഭക്തർക്ക് നൽകാനാകും. അതിന് ആവശ്യക്കാർ ധാരാളം വരുന്നു. അവർക്ക് മുഴുവൻ ആളുകൾക്കും ഒരു പായസം കൊടുക്കാൻ പറ്റാത്ത തരത്തിലേക്ക് അതിൻ്റെ ആവശ്യക്കാരുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ നിലവിൽ തയ്യാറാക്കുന്ന വാർപ്പിൻ്റെ ഇരട്ടി തയ്യാറാക്കത്തക്കവണ്ണമുള്ള ഒരു വലിയ പുതിയ വാർപ്പിലെ പാൽപ്പായസത്തിന് രുചി മാത്രമല്ല വിലയും അല്പം കൂടും. ലിറ്ററിന് 100 രൂപ കൂട്ടാൻ ദേവസ്വം ബോർഡ് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ട്. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ. രഘുനാഥ് നാരായണാണ് നമ്മുടെ കൂടെയുള്ളത്. രഘു, ഇതുവരെയുള്ളത് പോലെയല്ല, ഭീമൻ വാർപ്പൊക്കെ എത്തിച്ചിട്ടുണ്ട്. ഉള്ളിലേക്ക് കയറ്റാനൊക്കെ അത്യാവശ്യം നല്ല പാടൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? എന്തായാലും ഇതുവരെ ഉള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇനി ഉൽപാദനം കുറച്ച് കൂടുകയൊക്കെ ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ വിലയും കുറച്ച് കൂടുമല്ലേ? അമ്പലപ്പുഴ പാൽപ്പായസമെന്ന് ഒരു തവണയെങ്കിലും കേൾക്കാത്ത ആളുകൾ ഉണ്ടാകില്ല. അതിൻ്റെ രുചി കൊണ്ട് തന്നെ വലിയ പേരും പെരുമയുമുള്ള പായസമാണ്. ഒരു തവണയെങ്കിലും രുചിച്ച് നോക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പ്രത്യേകിച്ച് ഭക്തന്മാരൊക്കെ തന്നെ. അതുകൊണ്ട് തന്നെ വലിയ വാർപ്പിലേക്ക് മാറാൻ വേണ്ടി തീരുമാനിച്ചത്. നിലവിൽ കൂടുതൽ അതിൻ്റെ നിർമ്മാണം, ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയാണ് പുതിയ വാർപ്പ് കൊണ്ടുവരുന്നത്. ഞാൻ വാർത്തയിൽ പറഞ്ഞതുപോലെ തന്നെ മാന്നാർ ഈ ഓട്ട് നിർമ്മാണത്തിൻ്റെയൊക്കെ വലിയ കേന്ദ്രമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇവിടെ നിന്നുള്ള പാത്രങ്ങൾ, ഓട്ടുപാത്രങ്ങളും വിളക്കുകളുമൊക്കെ പോയിട്ടുണ്ട്. എന്തായാലും ഈ വാർപ്പ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം എത്ര വലുതാണ്. നമ്മുടെ വീട്ടിൽ ഈ ഓട്ട് ഉരുളിയൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ഒന്ന് എടുത്തുയർത്താൻ നമ്മൾ പെടുന്ന പാട്, ചെറിയ ഓട്ടുപാത്രം എടുത്തുയർത്താൻ നമ്മൾ പെടുന്ന പാട് നമുക്കറിയാവുന്നതാണ്. അപ്പോഴാണ് 1800-ലധികം കിലോ ഭാരമുള്ളൊരു വാർപ്പ് അവിടേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ ഭക്തർക്കൊക്കെ ഒരു വിശ്വാസത്തിനപ്പുറം ഒരു കൗതുകമൊക്കെ ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നാണ് ആളുകളൊക്കെ ഫോട്ടോ എടുക്കുകയും സെൽഫിയൊക്കെ അവിടുന്ന് എടുക്കുന്നുണ്ട്. അത്ര കൂറ്റൻ പാത്രമാണ്. ആ തിടപ്പള്ളിയുടെയൊക്കെ ഓട് പൊളിച്ചാണ് ഇത് അകത്തേക്ക് മാറ്റിയത്. എന്തായാലും അമ്പലപ്പുഴ കണ്ണന് പുതിയ പാൽപ്പായസം, രുചിയേറിയ പാൽപ്പായസം നിർമ്മിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഓട്ടുപാത്രം. ഒരു വിശ്വാസം എന്ന് പറയുന്നത് അമ്പലപ്പുഴ പാൽപ്പായസം നേദിക്കുന്ന സമയത്ത് ഗുരുവായൂരപ്പനും ഈ അമ്പലപ്പുഴ ക്ഷേത്രത്തിൽ എത്തുമെന്നും ഈ പാൽപ്പായസം പങ്കിട്ട് കഴിക്കുമെന്നൊക്കെയാണ് ഭക്തരുടെ വിശ്വാസം. എന്തായാലും നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ വാർത്ത നൽകിയത് അമ്പലപ്പുഴ പാൽപ്പായസത്തിന് അല്പം വില കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. 160 നിന്ന് 260 ആക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ ഒരു വിശദീകരണം, വളരെ വർഷങ്ങൾക്ക് മുൻപാണ് നിരക്ക് പുതുക്കിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ നിർമ്മാണ ചെലവൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല എന്നുള്ളതാണ്. പക്ഷേ ഭക്തർക്കൊക്കെ ചില പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ദൂരെ നിന്ന് വരുന്ന ആളുകളൊക്കെ ഈ പാൽപ്പായസം ഒന്ന് രുചിക്കാൻ വേണ്ടി കാരണം ആളുകളുടെയൊക്കെ ഒരു വിശ്വാസം എനിക്ക് അനുഭവമുള്ളതാണ്. കാരണം നമ്മൾ അമ്പലപ്പുഴ പാൽപ്പായസം കഴിക്കണം എന്ന് വിചാരിച്ചു പോയാൽ പലപ്പോഴും കഴിക്കാൻ വേണ്ടി കഴിയാറില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിക്കാത്ത സമയത്ത് നമുക്ക് അത് ലഭിക്കാറുമുണ്ട്. അത് അവിടുത്തെ ഭഗവാൻ അനുഗ്രഹിച്ചാൽ പലരുടെയും അത് കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഭക്തരുടെ ഒരു വിശ്വാസം. എന്തായാലും വിശ്വാസം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതോടൊപ്പം അമ്പലപ്പുഴ എന്ന് പറയുമ്പോഴേ പലരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അമ്പലപ്പുഴ പാൽപ്പായസം തന്നെയായിരിക്കും. അത് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭീമൻ വാർപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രഘു പറഞ്ഞതുപോലെ തന്നെ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു കൗതുകവും തോന്നും. ഒപ്പം തന്നെ നേരത്തെയുള്ള തീരുമാനമാണ്, ഇത്തിരി വിലയും കൂടെ കൂടും. ശരി രഘു.